സാർ, ഈ ഉപധനാഭ്യർത്ഥനയെ ഞാൻ പിന്തുണയ്ക്കുകയാണ്. സാർ, ഞങ്ങളുടെ വിശുദ്ധ വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്: മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി നിങ്ങൾക്ക് സകലതും നൽകിത്തരും എന്നുള്ളതാണ്. അപ്പോൾ ഈ കേരളത്തിനു വേണ്ടി ഏറ്റവും അധികം, ഈ കേരളം എന്ന കൊച്ചു രാജ്യത്തിന് വേണ്ടി ഏറ്റവും അധികം കഷ്ടപ്പെടുകയും അതിന് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സഖാവ് പിണറായി വിജയനോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്വം അതുതന്നെയാണ്. മുമ്പേ അവൻ്റെ എന്ന് പറഞ്ഞാൽ കേരളത്തിന് വേണ്ടി നീതിയോടെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തി തരും. അല്ല, അത് പോട്ടെ, ഞാൻ ഇതിനിടയ്ക്ക് കയറി നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണ്ട. ആദരണീയനായ എൻ്റെ സുഹൃത്ത് ശ്രീ മുകേഷ് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, കേജ്രിവാളിൻ്റെ പ്രസംഗവും അതുപോലെ ഡൽഹി മുഖ്യമന്ത്രിയും അതുപോലെ അഡ്വക്കേറ്റ് കോൺഗ്രസിൻ്റെ മുൻ നേതാവായിരുന്നല്ലോ അദ്ദേഹം, കപിൽ സിബലിൻ്റെ പ്രസംഗവും വളരെ ഏറ്റവും അധികം പ്രചോദനം തന്ന പ്രസംഗങ്ങളാണ്. കാരണം അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം അതുപോലെ വേറെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ, അല്ലല്ല കാശ്മീർ മുഖ്യമന്ത്രി. അദ്ദേഹം പറഞ്ഞു ഞാനൊരു ഡോക്ടറാണ്. ഫറൂഖ് അബ്ദുള്ള പറഞ്ഞു ഞാനൊരു ഡോക്ടറാണ്. എൻ്റെ ഒരവയവത്തിന് ഒരു കേട് പറ്റിയാൽ, ഒരു വേദന ഉണ്ടായാൽ അത് ശരീരം മുഴുവൻ വ്യാപിക്കും. അപ്പോൾ ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തല്ലയോ കേരളം, ഇത് വേറെ വല്ലയിടത്തും ആണോ? ഈ ഇത്രയെല്ലാം പറഞ്ഞിട്ടും പ്രതിപക്ഷത്ത് ഇതൊന്നും മനസ്സിലായില്ലല്ലോ. അവർക്കിതൊന്നും മനസ്സിലാകുന്നില്ല. അതാണ് വിഷയം. കാരണം അവരിപ്പോഴും ഈ കുറുക്കൻ്റെ സ്വഭാവത്തിൽ ഇങ്ങനെ പമ്മി നിൽക്കുകയാണ്, എപ്പം ചോര കുടിക്കാന്നുള്ള. അങ്ങനെയൊന്നും നടക്കത്തില്ല. ഇത് ഭരിക്കുന്ന ആൾ വേറെയാണ്. അതുകൊണ്ട് ആ രീതിയിലൊന്നും നിങ്ങൾ ചിന്തിച്ച് വെറുതെ സമയം മെനക്കെടുത്തണ്ട. പിന്നെ അതും ഇതും പറഞ്ഞ് വെറുതെ ഡൈവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. സാർ, ഒട്ടനവധിയായ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്തെ ഏറ്റവും മികച്ച ഭരണ നിർവഹണം നടത്തുന്ന സംസ്ഥാനമെന്ന പദവി കേരളം നിലനിർത്തി മുന്നോട്ട് പോവുകയാണ്. ഈ സർക്കാരിൻ്റെ ജനപക്ഷ നിലപാടുകൾക്കുള്ള അംഗീകാരമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഒരു വശത്ത് കേന്ദ്രം സാമ്പത്തികമായി മറ്റും തകർക്കാൻ നോക്കുമ്പോഴും കൃത്യമായ വികസന ക്ഷേമ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഈ സർക്കാർ അവശ്യ ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി നിശ്ചയിച്ച ദാർഢ്യത്തോടെ പ്രവർത്തിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേരളം വികസനത്തിൽ കുതിക്കുമ്പോൾ സാർ, എൻ്റെ ദേശമായ കുട്ടനാടിനും കൃത്യമായ പദ്ധതി നൽകിയതിൽ ഈ സർക്കാരിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. സാർ, ഏറ്റവും പ്രത്യേകതയുള്ളത് AC റോഡ് 700 കോടി രൂപയാണ് അനുവദിച്ചത്. സാർ, കുടിവെള്ള പദ്ധതിക്കായിട്ട് 400 കോടി രൂപ തന്നു. ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇവിടെ നടത്തിയ ബഡ്ജറ്റിലും മലയാള മനോരമ ഉൾപ്പെടെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ വന്ന എല്ലാ പേപ്പറുകളിലും എഴുതിയത് കുട്ടനാടിന് പ്രത്യേക പരിഗണന നൽകിയെന്നുള്ളത്. കാശില്ലാതെ എങ്ങനെയാണ് തരുന്നത്? അതുകൊണ്ട് ഒരു പ്രത്യേക പരിഗണന തരുമ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ ഇവരെ അംഗീകരിക്കാതിരിക്കുന്നത്? എങ്ങനെ ഞങ്ങൾ സന്തോഷിക്കാതിരിക്കും? കുട്ടനാട്ടുകാർ അതിന് ജാതി മത ഭേദമന്യേ, അത് നിങ്ങൾക്കറിയാം. കുട്ടനാട്ടിൽ നിങ്ങൾക്കറിയാം, നവകേരള സദസ്സ് നടന്നപ്പോൾ സാർ എല്ലാവർക്കും സ്റ്റേഡിയം ഉണ്ടായിരുന്നു. ഞങ്ങളൊരു സ്റ്റേഡിയം ഉണ്ടാക്കിയാണ് അവിടെ നവകേരള സദസ്സ് നടത്തിയത്. ആദ്യം പറഞ്ഞ് 5000 പേരെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പന്തലിൻ്റെ സംവിധാനം ഉണ്ടാക്കി. പിന്നെ അത് 10000 പിന്നെ 15000 പിന്നെ 20000 ഞാൻ പോലും പേടിച്ചു പോയി. ഇത്രയും വലിയ ജനസദസ്സ് എവിടുന്ന് വന്നെന്നുള്ള. സാർ, പരാതി തന്നെ 9200 പരാതി അവിടെ കൊണ്ടു തന്നു. 1300 പരാതി ഓഫീസിൽ എനിക്ക് പ്രത്യേകമായിട്ട് കിട്ടി. ഇത് നല്ല കൂടുതലും വന്നത് കോൺഗ്രസ്സുകാരുടെ പരാതി. അവർക്കറിയാം ഇങ്ങനെ ഇനി കോൺഗ്രസ് എന്ന് പറഞ്ഞു നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ നവകേരള സദസ്സിൽ വരണം, അവിടെ അപേക്ഷ കൊടുക്കണമെന്നുള്ള. നിങ്ങൾ പരിശോധിച്ചാൽ മതി, നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് തരാനായിട്ട് പറ്റും. കുട്ടനാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ പരിഗണിച്ചു. അത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടനാടുകളുടെ ഗ്രാമീണ റോഡുകളുടെ നവീകരണത്തിന് 100 കോടി രൂപ പ്രത്യേകമായിട്ട് തന്നിട്ടുണ്ട്. സാർ, ഒരുപാട് കാര്യങ്ങൾ കുട്ടനാടിന് വേണ്ടി ചെയ്തുകൊണ്ട് ഇപ്പം പുളുങ്ങുന്ന ഹോസ്പിറ്റൽ നമുക്കറിയാം ഒരുപാട് പ്രതിസന്ധി കൂടെ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് കൃഷി മന്ത്രിയെ ആ ഒരു കാര്യത്തിൽ അഭിനന്ദിക്കാതിരിക്കാനൊക്കത്തില്ല. നടക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്ന ആ പദ്ധതി നടക്കാനായിട്ട് കാരണക്കാരനായത് ഞങ്ങളുടെ കൃഷിമന്ത്രി തന്നെയാണ്. അദ്ദേഹം ആലപ്പുഴ ഡിസ്ട്രിക്റ്റുകാരനാണ്. അപ്പോൾ നല്ല രീതിയിൽ നമ്മളെ സഹായിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല സ്മരണയോടെ ഓർക്കും. ഒരു കുട്ടനാട്ടുകാരനും ജീവിതത്തിൽ താങ്കളെ മറന്നു പോകത്തില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. കാരണം ഏറ്റവും നല്ല രീതിയിൽ 144 കോടി രൂപ ഈ പുളുങ്ങുന്ന ഹോസ്പിറ്റലിന് വേണ്ടി ഞങ്ങൾക്ക് തന്നിരിക്കുകയാണ്. 144 കോടി രൂപ. സാർ, ഇത് എവിടുന്ന് തരും?
പൈസ ഇല്ലാതെ ഏത് രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നോക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വേണ്ടത് സാമ്പത്തിക ഭദ്രതയാണ്. കാരണം നമുക്കറിയാം ഒരുപാട് പ്രതിസന്ധിയിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ മാതാപിതാക്കന്മാർ പറയുന്നത് പോലെ മണൽ കൊണ്ട് കയറി പിരിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങൾ നോക്കി ഇവിടെ തന്നെ പ്രസംഗിച്ച പലരും പറഞ്ഞു എല്ലാ MLA-മാർക്കും 5 കോടി എന്നുള്ള കൂട്ടണം. ഇല്ല, ഷാഫി പറമ്പിൽ പ്രത്യേകമായിട്ട് പറഞ്ഞു പോരാ 2 കോടി ആക്കണം. എൻ്റെ ഷാഫി എവിടുന്ന് തരും? തരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പിരിച്ചെടുക്കണ്ടയോ? അപ്പം പുറകിൽ നിന്ന് നിങ്ങൾ ഞങ്ങളെ കാലൊന്നും വരാതെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന രീതിയിലൊക്കെയും എല്ലാവർക്കും തരാനായിട്ട് പറ്റും എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കൊന്നിച്ച് മുന്നോട്ടങ്ങോട്ട് പോകാം. ഈ കേന്ദ്രത്തിൻ്റെ നിലപാട് തെറ്റാണെന്ന് പരസ്യമായിട്ട് പറയാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം, നിങ്ങളുടെ MP-മാർ കാണിക്കണം. അതാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. ധൈര്യമായിട്ട് ഞങ്ങളോട് കൂടെ നിൽക്കണം. ഞങ്ങളുടെ പുറകെ നിൽക്കണമെന്ന് പറഞ്ഞല്ല, കൂടെ നിന്നു വളരെ ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. കേരളത്തിൻ്റെ നെല്ലറയായ കുട്ടനാട്ടിൽ കൃഷി ഇറക്കുന്ന മുതൽ കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് സംഭരണം വരെ കൃഷിക്കാർക്കും കർഷക തൊഴിലാളികൾ നേരിടുന്ന പ്രയാസങ്ങൾ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ പൈസ ആവശ്യമല്ലയോ? പൈസ കിട്ടിയേ ഒക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ വരുമാനമുള്ളത്? സാർ കുവൈറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് അവർക്ക് വരുന്നത് 1,00,000 ദിനാറിൻ്റെ വരുമാനമാണ്. കാരണം അതുപോലെ ഓയിലുണ്ട്. നമുക്ക് ആകെ ഉള്ളത് GST മാത്രമേ ഉള്ളൂ, ഇല്ലേ? പിന്നെ വേറെ 2 കാര്യം എന്ന് പറയുന്നത് ലോട്ടറിയും മറ്റ് കള്ളു വ്യവസായമാണ്. വേറെ പ്രത്യേകിച്ച് വരുമാന മാർഗമൊന്നും കേരളത്തിലില്ല. എന്ത് തനത് വരുമാനമാണ് നമുക്കുള്ളത്? ഒന്നുമില്ല. ഈ ഉള്ളത് കൊണ്ട് വേണം കാര്യങ്ങൾ നല്ല രീതിയിലായിട്ട് പോകാൻ. ഇത് അടിച്ചുകൊണ്ട് പോയിട്ട് തരത്തില്ല എന്ന് പറയുമ്പോൾ മുകേഷ് പറഞ്ഞതുപോലെ ഒരു പ്ലേ കാർഡും പൊക്കി പിടിച്ചുകൊണ്ട് ഞങ്ങൾ ജനപത്തിൽ കൂടെ നടന്നു പോയത് ഒരു വലിയ അനുഭവമായിട്ട് തന്നെ നിൽക്കുന്നത്. അത് ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാനായിട്ടൊക്കത്തില്ല. ഒരു പ്രത്യേകത. കാരണം കേജ്രിവാളിൻ്റെയും അതുപോലെ പഞ്ചാബ് മുഖ്യമന്ത്രിയുടെയും അതുപോലെ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെയൊക്കെ പ്രസംഗം കേൾക്കുമ്പോൾ ഒരാവേശമാണ്. ഹിന്ദി മനസ്സിലാകുന്നുണ്ട്. കാരണം അതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാരണം അവരുടെ പ്രസംഗത്തിന് ഒരുപാട് മൂർച്ചയുണ്ട്. അവർ പറഞ്ഞു ഞങ്ങളെ ഒന്നും ആർക്കും തളയ്ക്കാനായിട്ടൊന്നും ഒക്കത്തില്ല. സാർ, നമുക്കറിയാം ഓരോ കഥകൾ ഓർക്കുമ്പോൾ എന്ത് ചെയ്താലും അതിനൊരു തിരിച്ചടിയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിന് തിരിച്ചടിയുണ്ട്. നല്ലത് ചെയ്താലും അതിന് നമുക്ക് പ്രതിഫലം തിരിച്ചു കിട്ടും, ദോഷം ചെയ്താൽ തിരിച്ചടിയുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനായിട്ടുള്ളത് അനാവശ്യമായിട്ടുള്ള നിങ്ങളുടെ ഈഗോ കോംപ്ലക്സ് ഒന്ന് മാറ്റിവെച്ചിട്ട് ഞങ്ങളുടെ ഈ നല്ല മന്ത്രിസഭയെ ഒന്ന് നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. കുട്ടനാട്ടിൽ ഏകദേശം 700ഓളം പാടശേഖരങ്ങളുണ്ട് സാർ. ലക്ഷക്കണക്കിന് ഹെക്ടർ കൃഷി ചെയ്യുന്ന പാടശേഖരങ്ങൾ മട ഒഴിച്ച ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. ഇതിനെയൊക്കെ തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈസ ആവശ്യമാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ ക്രമപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഈ ബഡ്ജറ്റിനെ പിന്തുണയ്ക്കുന്നു.